ഇവനെയൊക്കെ അന്വേഷിച്ച് അറിയിച്ച് ഒക്കെ ചെന്നപ്പോഴാണ് കാര്യം മനസ്സിലാകുന്നത്. ഇവനെ ആ പെണ്ണ് ചതിക്കുകയായിരുന്നു. അവനെ ആ പെണ്ണെന്ന് പറഞ്ഞ ആ സൈഡിൽ നിൽക്കുന്നത് അതൊരു പെണ്ണല്ലായിരുന്നു, ഒരു ചെറുക്കനായിരുന്നുകൊണ്ട് അവന് പെട്ടെന്ന് തന്നെ നാട് വിട്ടു. ഇപ്പോൾ ഈ അടുത്ത സമയത്ത് 3-4 ദിവസം മുമ്പ് നമ്മുടെ നാട്ടിലുണ്ടായ സംഭവം. അപ്പം അന്ന് രാത്രി എല്ലാം കഴിഞ്ഞപ്പോഴത്തേനും രാത്രി ലേറ്റായി. ഇവർ കട്ടിലെല്ലാം റെഡിയാക്കി കിടക്കാനൊക്കെ തുടങ്ങി. അങ്ങനെയൊക്കെ വന്നപ്പം ഇവള് ആദ്യം അങ്ങോട്ട് മുറിയിലും കയറി ഡ്രസ്സൊക്കെ മാറുകയൊക്കെ ചെയ്തു. അപ്പം ഓർണമെൻറ്റ്സൊക്കെ രാത്രി ഇനിയിപ്പം വേണ്ട, ഓർണമെൻറ്റ്സൊക്കെ ഊരി വെച്ചേക്കെന്ന് പറഞ്ഞ് സ്വർണ്ണമൊക്കെ ഊരി മേടിച്ചടങ്ങാണ്ട് വെച്ചെന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പോൾ ഇവനിട്ട് ഒരു 5 പോയിൻ്റൊരു മാലയൊക്കെ ഇവരിട്ടിട്ടുണ്ടായിരുന്നു ഈ ചെറുക്കൻ കൂട്ടരൊക്കെ. പക്ഷേ അപ്പോൾ അന്ന് തന്നെ അവൻ ആ സാധനം മേടിച്ച് അവിടെ നിന്ന്. കാരണം ആ രാത്രി തന്നെ ഉണ്ടല്ലോ ഇവൻ ചെല്ലുമ്പോൾ ഉണ്ടല്ലോ മുറിയിലോട്ട് ഇവൻ കയറി ചെല്ലുമ്പോൾ രാത്രി 1 മണി എങ്ങാണ്ട് ആകാറായി. 12-1 മണിയായി. കല്യാണ വീടല്ലേ. 1 മണി ആറായപ്പം ചെന്നപ്പം നോക്കിയപ്പോൾ കാണുന്ന സംഭവം എന്നാണെന്നറിയാമോ? ഒരു പാൻറ്റ് പോലെ ഒരു ഇത് മാത്രം ഇട്ടുകൊണ്ട് കിടക്കുന്ന ഒരു ആളിനെയാണ് കാണുന്നത്. അറിയോ? അയ്യോ, അവൻ ആ പാടെ വിഷമിച്ചു. പിന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞെന്നാണ് പറയുന്നത്. കാര്യങ്ങളൊക്കെ പറഞ്ഞു, വേണ്ടൊക്കെ സംസാരിച്ചു. അവസാനം പിറ്റേ ദിവസം അങ്ങാണ്ട് ഇവിടെ ഒക്കെ പ്രത്യേകിച്ചൊന്നും അന്ന് രാത്രി സംസാരിച്ചില്ല. ചീറ്റിങ്ങാന്ന് മനസ്സിലായി. പിറ്റേ ദിവസം തന്നെ പറഞ്ഞു, മാല എന്തിയാന്നൊക്കെ ചോദിച്ചു. പറഞ്ഞു അതെന്തിനാ ആ മാല? അത് ഇപ്പോൾ രാത്രിയിലൊന്നും അത് വെച്ചുകൊണ്ടിരിക്കേണ്ട, മാല അങ്ങ് ഊരി വെക്കാം, കല്യാണ വീടല്ലേ എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് മാല അവൻ മേടിച്ചു. 5 പവൻ്റെ മിന്നുമാലയൊക്കെ ഇട്ടത് സ്റ്റേജിൽ വെച്ചൊക്കെ ഇടുമല്ലോ, അതെല്ലാം അവൻ മേടിച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞു നാളെ നമുക്ക് പെങ്ങളുടെ വീട്ടിലാണ് വിരുന്നെന്ന് പറഞ്ഞുകൊണ്ട് പിറ്റേ ദിവസം രാവിലെ ഇവളെയും കൂട്ടിക്കൊണ്ട് ഡ്രസ്സൊക്കെ ഇട്ടു. മിണ്ടിയില്ല. പിന്നെ വീട്ടുകാരുടെ അമ്മയോടും ഒക്കെ പറഞ്ഞു, കാര്യങ്ങൾ പറഞ്ഞു വെച്ചാൽ ഇവർ ഈ ചെവി അറിയാതെ ഇവിടെ വീട്ടിൽ അവിടെ കടുത്തിരുത്തി കൊണ്ട് വിട്ടേച്ച് അവൻ എമർജൻസി ടിക്കറ്റ് എടുത്ത് പെട്ടെന്ന് തന്നെ അവൻ UK സ്ഥലം വിട്ടു. UK പോയി. ഇറ്റലിക്ക് എങ്ങാണ്ടോ തിരിച്ചു പോയി. അറിയോ? അവൻ ചെന്ന് എയർപോർട്ടിൽ ചെന്ന് ഫ്ലൈറ്റിൽ കയറിയപ്പോഴത്തേനും അവൻ്റെ അമ്മാച്ചന് ഫ്ലൈറ്റിലുണ്ട്. നീ എന്നാടാ എന്ന് ചോദിച്ചാൽ അവൻ അപ്പോഴാണ് അമ്മാച്ചനോട് കാര്യങ്ങളൊക്കെ പറയുന്നത്. സംഭവം ഇന്നതാ, ഞാൻ ചതിക്കപ്പെട്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവളുടെ വീട്ടിൽ കൊണ്ട് പറ്റൂ. അവൾക്ക് അപ്പനില്ല, അവിടെ അമ്മയൊക്കെ കൂടി ചതിച്ചതാണ്. ഇവള് ദുബായ് ജോലിയുള്ള പെണ്ണായിരുന്നു. ഇവർ ഫേസ്ബുക്ക് കൂടെ കണ്ട് ആലോചന അങ്ങോട്ട് വന്ന. പക്ഷെ ഇവൾ ശിഖണ്ഡിയായിരുന്നു. അതാ സംഭവം.